യാ അല്ലാഹ്, ഞാൻ കാണുന്നത് സത്യമാണോ? നൂറിൻ്റെ ഹൃദയം അവൾ പോലും അറിയാതെ ഇടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഉപ്പ അവിടേക്ക് വന്നിട്ട്, മടിച്ചു നിൽക്കാതെ ആ ചായ അങ്ങോട്ട് കൊടുക്കുമോളെ. ആ ഒരു നേരം അജ്മലിക്കാനെ കാണുകയും അജ്മലിക്കാൻ്റെ ആ ഒരു പുഞ്ചിരിയും എല്ലാം കൂടെ ആയപ്പോൾ അവൾ അറിയാതെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. നൂറിൻ എല്ലാവർക്കും ചായ കൊടുത്തു. അവളുടെ മനസ്സ് എന്നൊന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. അന്നേരം അജ്മലിൻ്റെ മാമൻ വന്നിട്ട്, അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അത് ശരിയാ, നിങ്ങൾ രണ്ടുപേരുതാ ഇങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തൊക്കെയാണോ സംസാരിക്കാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സംസാരിച്ചോളൂ. അങ്ങനെ അജ്മലും നൂറിനും തനിച്ചായി. ആ തലേ ദിവസം ആ ഒരു വിഷമവും പ്രയാസവും എല്ലാം അനുഭവിച്ചത് കൊണ്ടായിരിക്കാം നൂറിന് നിയന്ത്രണം വിട്ടിരുന്നു. എൻ്റെ അജ്മലിക്ക ഇല്ലാത്തൊരു വേറെ ഏതോ ഒരാളുടെ കൂടെ എന്നെ നിക്കാഹ് കഴിക്കുന്നു എന്നുള്ള ആ തലേ ദിവസത്തെ കണ്ണീരും കരച്ചിലുമായിട്ട് പിറ്റേ ദിവസം ഈ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സന്തോഷമാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആൾ തന്നെയാണല്ലോ എന്നെ ഇതാ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അജ്മലിനെ ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് ഒന്നും ചിന്തിക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് അജ്മലിനെ കെട്ടിപ്പിടിച്ചു. പൊടുന്നനെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ഒന്ന് മിഴിച്ചുപോയി. പെട്ടെന്നാണ് അവൾക്ക് ഞാൻ ചെയ്ത അബദ്ധം മനസ്സിലായത്. അവൾ മാറി നിന്ന് താഴേക്ക് നോക്കി നിന്നു. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. കാരണം അവൾ അറിയാതെയാണത് ചെയ്തു പോയത്. അജ്മലാകട്ടെ എന്താണ് ഇവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ആകെ വെപ്രാളത്തിലായിരുന്നു. അജ്മലിനെ പിടുത്തം വിട്ട് താഴേക്ക് നോക്കി നിന്നു അവളങ്ങനെ കരയുകയായിരുന്നു. അപ്പോഴാണ് അജ്മൽ ചോദിച്ചത്, എടി പെണ്ണെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നൂറിന് വല്ലാതെ കരച്ചിൽ വന്നു. അപ്പോൾ അവൾ അജ്മലിൻ്റെ ചോദ്യത്തിന് മറുപടി, എനിക്ക് വല്ലാതെ പേടിച്ചു പോയി, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഒന്ന് പറഞ്ഞൂടായിരുന്നോ? എനിക്ക് നീ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഞാൻ ഇന്നലെ വല്ലാതെ പേടിച്ച് കരഞ്ഞു. ഇപ്പോൾ നിന്നെ കണ്ടപ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ കരയുന്നത്. നൂറിൻ, നീ കരയേണ്ട, അത് ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചതായിരുന്നല്ലോ മോളെ. വാ, നമുക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അവർ അവരുടെ അടുത്തേക്ക് ചെന്നതും അനിയൻ ചോദിച്ചു, അല്ല, ഇഷ്ടായോ? ചെക്കനെ ഇഷ്ടായോ? ആ ഒരു സമയത്ത് തന്നെ അവളുടെ അനിയനും ഏറ്റുപിടിച്ചു, അല്ല, ഇനി വേറെ കല്യാണം നോക്കണോ? ഇത് തന്നെ മതിയോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നൂറിൻ്റെ മനസ്സും മുഖവും വല്ലാതെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നുള്ള സമ്മതവും മൂളി അവൾ അകത്തേക്ക് നാണത്തോടു കൂടി ഓടിപ്പോയി. പിന്നീട് അങ്ങോട്ട് നൂറിന് സന്തോഷത്തിൻ്റെ രാവുകളായിരുന്നു. ആ ഒരു സമയത്താണ് അനിയത്തി, എന്നാലും ഉമ്മ ഇത്രക്ക് വേണ്ടായിരുന്നു, നല്ല കുടുംബം, നല്ല ചെക്കന്, നല്ല സൗന്ദര്യമുള്ള നല്ല അടിപൊളി ചെക്കൻ. ഒന്നും മിണ്ടാതെ നിൽക്കടി, നീ കുറേ നേരമായാലും അത് തുടങ്ങിയിട്ട്, ഒന്നും മിണ്ടാതെന്നേ. അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോയി. നിക്കാഹിന് ഇനി ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ. അജ്മലിൻ്റെ ഉമ്മ നൂറിൻ്റെ ഉമ്മയെ വിളിച്ച് വേണ്ടപ്പെട്ട നല്ല നല്ല ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. നൂറിൻ്റെ വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അജ്മൽ അവൻ്റെ ഉമ്മയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അജ്മലിൻ്റെ ഉമ്മ വിളിച്ചിട്ട് നൂറിൻ്റെ ഉമ്മയോട് എല്ലാ ഡ്രസ്സുകളും വാങ്ങാനും അതിനുള്ള ക്യാഷ് ഞങ്ങൾ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വലിയ ബഹളവും തിരക്കൊക്കെ ആയിരുന്നു രണ്ട് വീട്ടിലും. നൂറിൻ്റെ വീട്ടിൽ ഡ്രസ്സ് എടുക്കലും അതുപോലെ തന്നെ വീട് നന്നാക്കലും എല്ലാം കൂടി. പിന്നെ വിചാരിച്ചു, ഏതായാലും ഒരു 7 പവനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. 7 പവനും നൂറിന് വേണ്ടി അവരുടെ ഉപ്പ വാങ്ങിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്, അവസാനം നൂറിൻ എൻ്റേതാവാൻ പോകുന്നു. റബ്ബേ, നിന്നോട് എത്രത്തോളം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല റബ്ബേ. അപ്പോഴാണ് അനിയൻ അങ്ങോട്ട് വന്നിട്ട്, എടാ, കുറച്ച് സന്തോഷമൊക്കെ മതിട്ടോ, കൂടുതലാവണ്ടേ. നീ കുറച്ച് ഭൂമിയിലൊക്കെ നിൽക്കിട്ടോ, നീ നിലത്തല്ലല്ലോ ഇപ്പോൾ നിൽക്കണത്, ആകാശത്തല്ല ഭൂമിയിലും അല്ലാതെ തുള്ളിച്ചാടല്ലോ. ഒന്ന് പോടാ, പിന്നെ സന്തോഷമില്ലാതിരിക്കോ? ഈ ഭൂമി മുഴുവനും എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഓക്കെ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അനിയൻ അവിടെ നിന്ന് മുറി വിട്ടുപോയി. ഇനി കല്യാണത്തിന് വെറും 2 ദിവസം മാത്രം. മോനെ അജ്മലേ, നീ അവളെ നന്നായി നോക്കൂലടാ. അവൾ അവളുടേതെല്ലാം വിട്ടിട്ട് നിൻ്റെ കൂടെ പോരാണ് കേട്ടോ. അത് നിനക്ക് ഓർമ്മ വേണം. നിൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നതെന്നൊക്കെ ഓർമ്മ വേണം. അതിനായിട്ട് നീ അവളെ നല്ലോണം നോക്കണട്ടടാ. എല്ലാം വിട്ടിട്ടാണ് അവൾ നിനക്കായിട്ട് വരുന്നത്, അത് നീ മറക്കരുത് കേട്ടോ മോനെ. ഇല്ല ഉമ്മ, അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ അജ്മലിന് ഉമ്മ നൽകി. പിന്നീട് അനിയനും ജ്യേഷ്ഠനും കല്യാണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ എല്ലാ കാര്യങ്ങളും, റൂം ശരിയാക്കേണ്ട കാര്യങ്ങളും ഡ്രസ്സ് എടുക്കേണ്ട കാര്യങ്ങളും, ഡ്രസ്സെല്ലാം അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കുന്ന കാര്യങ്ങളും, എന്തൊക്കെ ഫുഡ് റെഡിയാക്കണമെന്നും പന്തൽ എത്രത്തോളം സ്ഥലം ഇടണമെന്നും
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹർ വാങ്ങുന്നതിനെക്കുറിച്ചും വാഹനം ഏതാണ് വേണ്ടതെന്നും പുതിയ എണ്ണിനെ കൊണ്ടുവരാനുള്ള വാഹനവും അതുപോലെ തന്നെ കൂട്ടെ കൊണ്ടുവരാൻ പോകുന്ന ആളുകൾക്കുള്ള വാഹനത്തിൻ്റെ എണ്ണത്തെക്കുറിച്ചും ആളുകളോട് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, അതിനെത്ര ഫുഡ് റെഡിയാക്കണമെന്നും ആരെ വിളിക്കണം ഫുഡ് ഉണ്ടാക്കാനെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് സമയമായി. ആ ഒരു സമയത്ത് ഉമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി കിടന്നോളിട്ടോ, ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ. ഇപ്പോഴേ ഉറക്കമൊഴിച്ചാലേ നാളെ രാത്രി മുഴുവനും ഉറക്കമൊഴിക്കാനുള്ളതാ. അതുകൊണ്ട് ഇപ്പോഴേ ക്ഷീണം കുടിക്കട്ടെ കേട്ടോ, വേഗം പോയി ഉറങ്ങിക്കോളി മക്കളെ. അങ്ങനെ 2 പേരും കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ പോയി. അജ്മൽ പിറ്റേ ദിവസം എന്നത്തേക്കാളും വൈകിയാണ് ഉണർന്നത്. അതും ഉമ്മ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഉണർന്നത്. തഹജ്ജുദ് നിസ്കരിക്കാനൊന്നും അവൻ അന്ന് ഉണർന്നതേയില്ല. കാരണം ഒരുപാട് വൈകിയാണല്ലോ ഉറങ്ങിയത്, അതുകൊണ്ടായിരിക്കാം. എന്നാലും സുബഹി ഖളാ മുമ്പ് തന്നെ ഉമ്മ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എണീറ്റ് ഫ്രഷായി സുബഹിയൊക്കെ നിസ്കരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ആയിഷ താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഉമ്മ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അംജദ് പോയിക്കോളൂല്ലേ അതൊക്കെ വാങ്ങാൻ. അംജദ് പോയിക്കോളും, നിനക്ക് എന്താടാ തിരക്ക്? എനിക്ക് ഉമ്മ ആ റൂം ശരിയാക്കാനുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആയിഷ താത്താൻ്റെ വീട്ടിലേക്ക് പോയാൽ ആയിഷ താത്താക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, എന്നെ കളിയാക്കാനും ഒക്കെ ഉണ്ടാവും. ഉമ്മാൻ്റെ ഫ്രണ്ടല്ലേ, ഉമ്മാനെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയാനും ഉണ്ടാവും. ഉമ്മാനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവർക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ അടിക്കാൻ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അടിക്കാൻ കൊടുക്കാൻ വേണ്ടി വരുന്നവരും എന്നെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും കേൾക്കാനാവൂല ഉമ്മ. ഇപ്പം എനിക്ക് നാണം വരികയാണ്. അതുകൊണ്ട് ഉമ്മ അംജദിനെ പറഞ്ഞയക്കിട്ടോ ഉമ്മ. മക്കളെ, അത് മാത്രമല്ല, ഇന്ന് രാത്രിക്കേക്കുള്ള ഫുഡും നമുക്ക് നല്ലോണം ഉഷാറാക്കണം. കാരണം ഉപ്പയും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഗ്‌രിബോട് കൂടി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പയും എത്തും. എല്ലാം കൂടെ പിന്നെ നമുക്ക് ഒരുപാട് പണിയുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. ഉമ്മാനൊന്ന് സഹായിക്കാൻ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അത് പറയുമ്പോഴാണ് അയലത്തെ വീട്ടിലെ 2 താത്തമാർ വന്നത്. അവർ കത്തിയും കൊണ്ടാണ് വന്നത്, എന്തെങ്കിലുമൊക്കെ തൊലിക്കാനും മുറിക്കാനൊക്കെ, ഉള്ളി തൊലിക്കാനും അങ്ങനെ. പിന്നെ വീണ്ടും ഒരുപാട് താത്തമാർ വന്ന് അവർക്കെല്ലാം ചായ ഉണ്ടാക്കാനായിട്ട് ഒരു താത്ത ഒരുങ്ങി നിന്ന്. അങ്ങനെ കുശലം പറച്ചിലും കളിയാക്കിച്ചിരിക്കലും അങ്ങനെ ആയിട്ട് കല്യാണരാവ് ഇങ്ങനെ ഉയർന്ന് ഭയങ്കര രസമായിട്ട് വരികയാണ്. അതിനിടയിൽ 2 ചെക്കന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നാളെ പുതിയാപ്പിള പോകാനുള്ള വാഹനം ഏതാ നമ്മൾ വാടകയ്ക്ക് വാങ്ങണേ? ഏതാ വേണ്ടത്? BMW മതിയോ? അത് എടുക്കണോ? അപ്പോൾ ആ ഒരു സമയത്ത് അജ്മൽ പറയണം, അത് വേണ്ട, നമുക്ക് ബെൻസ് മതി, എന്നാൽ അത് മതി. അങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബെൻസൊക്കെ ഏൽപ്പിക്കാനും എല്ലാം പോയി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ വേണം. ഏത് പൂക്കളാണ് വേണ്ടത്? റോസ് മാത്രം മതിയോ അതോ വേറെ വല്ല പൂക്കളൊക്കെ വേണോ? അപ്പോൾ അജ്മൽ പറഞ്ഞു, അതൊക്കെ നിങ്ങളിഷ്ടം എന്താണോ, നിങ്ങളെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളി. പൂക്കളൊക്കെ നിങ്ങൾ ഏതാണോ വാങ്ങിയിട്ട് കാറുമേൽ ഒട്ടിക്കണ്, അതൊക്കെ നിങ്ങൾ ഏത് ചെയ്താലും അതൊക്കെ എനിക്കും കൂടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് അജ്മൽ വേറെ പരിപാടിക്കൊക്കെ പോയി. അങ്ങനെ കുറച്ച് പേരൊക്കെ റൂം ശരിയാക്കാനും അതുപോലെ തന്നെ അതിലേക്കുള്ള പൂക്കൾ വാങ്ങാനും പോവലും എല്ലാവരും കൂടെ റൂം ശരിയാക്കലും അങ്ങനെ ബഹളവും. കല്യാണരാവിന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്. ഉപ്പാൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മാൻ്റെ കുടുംബക്കാരും ഉപ്പാൻ്റെ കുടുംബക്കാരും ഒക്കെ പന്തൽ നിറഞ്ഞിരിക്കുകയാണ്. തലേ രാത്രിയിൽ നല്ല ബഹളവും അതുപോലെ തന്നെ നല്ല പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഡാൻസ് ഒന്നുമല്ല, ആൺകുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ച ഡാൻസും കളിയും ഒക്കെ നല്ല ദഫുമുട്ടും ഒക്കെ ഇങ്ങനെ നല്ലോണം നടക്കുന്ന സമയത്താണ് അജ്മൽ എന്തോ ഒരു കാര്യം ആ റൂമിലേക്കുള്ള ആ ഒരു ലൈറ്റ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നു, ഞാനിപ്പോൾ പോയിട്ട് വരട്ടമ്മ, ഞാനത് വാങ്ങിയിട്ട് വരട്ടമ്മ. മോനെ ഇപ്പോൾ പോവണോ? നേരം വെളുത്തിട്ട് പോയാൽ പോരെ? ഒരുപാട് സമയമായി മോനെ, ഈ ഒരു സമയത്ത് നീ പോവണ്ട, നിൻ്റെ വണ്ടിക്കാണെങ്കിൽ ബ്രേക്ക് ഇല്ലല്ലോ, അത് നന്നാക്കാൻ 2 ദിവസമായി ഉമ്മ അവനോട് ഞാൻ പറയണേ. അപ്പോൾ അവനൊന്നും കേട്ടില്ല. അത് ഇല്ല, അത് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കല്ലേ. ഏതായാലും മോനെ, ആ ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് നീ ഇപ്പോൾ പോവണോ? ആയിക്കോട്ടെ ഉമ്മ, ഞാനിപ്പോൾ വരാം, കാരണം റോട്ടിലൊക്കെ ഇപ്പോൾ വണ്ടി കുറഞ്ഞ സമയമായിരിക്കും, അതുകൊണ്ട് ഞാൻ പോവട്ടെ ഉമ്മ. അപ്പോൾ ഉമ്മ പറയാണ്, മോനെ ഈ ഒരു സമയത്ത് 12-1 മണിയാണ് സമയത്ത് വലിയ വാഹനങ്ങൾ ഇറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ പോവണ്ട മോനെ. ഇല്ല അമ്മ, ഒന്നും പറ്റൂല, ഞാൻ വേഗം വരാം. അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം മോനെ, നീ നോക്കി പോട്ടോ എന്നും പറഞ്ഞ് അജ്മൽ പോയി. അപ്പോൾ ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ എൻ്റെ മോനെ നീ കാക്കണേ റബ്ബേ. എൻ്റെ മോൻ എന്തോ ഉമ്മ വെക്കാൻ വന്നപ്പോൾ എൻ്റെ മുഖത്ത് നല്ല ഒരു ക്ഷീണമുണ്ട്. അത് ഇന്നലെ ഉറക്ക് കുറച്ച് സമയം വൈകിയതുകൊണ്ടായിരിക്കാം, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എൻ്റെ മോനെ നീ കാക്കണേ റബ്ബേ എന്ന് ഉമ്മ പ്രാർത്ഥിച്ച്.
അങ്ങനെ അജ്മൽ ലൈറ്റ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. മനസ്സ് വല്ലാതെ നീറുന്നു. എന്താണെന്നറിയില്ല. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എന്തോ വലിയ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ. പെട്ടെന്ന് എതിരെ വന്ന വാഹനത്തിൻ്റെ ലൈറ്റ് കണ്ണിലേക്ക് തുളച്ചു കയറി. ബ്രേക്ക് മുറുക്കി പിടിച്ചിട്ടും കിട്ടിയില്ല. എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ചിടിച്ച് ദൂരേക്ക് തെറിച്ചു. ഉമ്മാ! ആ വിളിച്ചത് അജ്മൽ മലക്കിനെ കണ്ടിട്ടായിരുന്നു. മലക്കുൽ മൗത്ത് അസ്രായിൽ അജ്മലിനരികെ വന്ന് നിൽക്കുന്നു. അന്നേരം അജ്മൽ മലക്കിനോട് ചോദിച്ചു, അസ്രായിലോരെ, നിങ്ങൾ എൻ്റെ റൂഹിനെ കൊണ്ടുപോവുകയാണോ? എൻ്റെ റൂഹിനെ എടുത്താൽ പിന്നെ എൻ്റെ ഉമ്മാക്ക് ആരാ ഉണ്ടാകുക? വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വന്നതാ ഞാൻ. നാളെ എൻ്റെ നിക്കാഹാണ്. അതിൻ്റെ ആരവത്തിലാണ് എല്ലാവരും. നിങ്ങൾ എൻ്റെ റൂഹിനെ എടുത്താൽ എൻ്റെ നൂറിന് ആരാ ഉണ്ടാവുക? അതുപോലെ തന്നെ എൻ്റെ ഉപ്പാക്ക് ആരാ ഉണ്ടാവുക? അനിയന് ആരാ ഉണ്ടാവുക? ഇവർക്കെല്ലാം ആരാ ഉണ്ടാവുക? അന്നേരം മലക്കുൽ മൗത്ത് അസ്രായേൽ പറയാണ്, അവർക്കെല്ലാം അള്ളാഹുണ്ട്. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് വേദനിക്കുന്നു ഉമ്മ, എനിക്ക് വേദനിക്കുന്നു ഉമ്മ, എനിക്ക് വേദനിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു, ശരീരം നിശ്ചലയായി. ഇതൊന്നും അറിയാതെ എല്ലാവരും അവൻ്റെ വീട്ടിൽ നല്ല കല്യാണത്തിൻ്റെ ഒരുക്കത്തിലായിരുന്നു. സ്റ്റേജിൽ നല്ല ദഫുമുട്ടും പാട്ടുകളും മദ്ഹഗാനങ്ങളും എല്ലാം നടക്കുന്നു. നല്ല ഒപ്പനപ്പാട്ടുകളും എല്ലാം അവരുടെ 2 പേരുടെയും പേര് വെച്ച് കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ നല്ല നല്ല മാപ്പിളപ്പാട്ടുകളും അവിടെ അരങ്ങേറുകയാണ്. ഉപ്പയാണെങ്കിൽ ആ ഒരു സമയത്താണ് വന്ന് കയറുന്നത്. അതിൻ്റെ സന്തോഷവും എല്ലാം കൂടി ഉമ്മയും അനിയനും അയൽവാസികളും കുടുംബക്കാരും അടുത്തടുത്തുള്ള ഒരുപാട് ഫ്രണ്ട്സും എല്ലാം കൂടി ആഘോഷിക്കുകയാണ്. അതിനിടയിൽ ഉമ്മ ഇങ്ങനെ ചോദിക്കേണ്ടല്ല, നമ്മുടെ അജ്മോനെ കാണുന്നില്ലല്ലോ, സമയം ഒരുപാടായല്ലോ മോനെ, അവൻ എന്താ കാണാത്തത്? ഇത്രയൊക്കെ അവന് സമയമാവോ? എന്നാൽ അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക് മോനെ, ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ഉമ്മയോട് പറഞ്ഞു, അവനല്ലേ ബാത്റൂമിൽ, ഞങ്ങൾ അവന് കുളിക്കാനെന്ന് കരുതി നിൽക്കുകയാണല്ലോ, നോക്കട്ടെ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി റൂമിൽ കയറി. ബാത്റൂമിലെ ഡോർ തുറന്നു. അവിടെ ആരുമില്ല. അവൻ്റെ ഫോണിലേക്ക് കുറേ വിളിച്ചു, എടുക്കുന്നില്ല. ഉമ്മാക്ക് ടെൻഷൻ കൂടി. എല്ലാവരും വെപ്രോളത്തോടെ തലങ്ങും വിലങ്ങും തിരയാൻ തുടങ്ങി. ഉമ്മ, ബദ്രിങ്ങളെ, എൻ്റെ കുട്ടിയെ നീ കാക്കണേ, എൻ്റെ കുട്ടി എവിടെ? അങ്ങനെ ഉമ്മ ആകെ വിഷമത്തിലായി നിൽക്കുമ്പോൾ അനിയൻ അംജദ് ഉമ്മാനെ ചേർത്ത് പിടിച്ചു. ഉമ്മ കരയല്ലേ ഉമ്മ, ഓൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലാതെ എവിടെ പോകാനാ? നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കി, ഞാനൊന്ന് പോയി നോക്കട്ടെട്ടമ്മ, സമയം ഒരുപാടായി. എല്ലാവരും അജ്മലിനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരുടെ മനസ്സും തകർന്നിരുന്നു. പെട്ടെന്നാണ് അംജദിൻ്റെ ഫോൺ റിങ് ചെയ്ത്. നമ്മുടെ അജ്മലിക്കാൻ്റെ നമ്പർ. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, നീ എവിടെയാടാ? നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഹലോ, ഇതാരാണ്? മറുതലക്കൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നതും അംജദ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ ഫോൺ ഇത് അജ്മലിൻ്റെ അല്ലേ? അവനെവിടെ? ഇതാരാ? ഞാൻ ഇവിടുത്തെ പോലീസാ. പോലീസോ? എന്താ സാർ, എന്താ പ്രശ്നം? എല്ലാവരും പേടിയോടെ നെഞ്ഞത്ത് കൈവച്ചിട്ട് അംജദിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പോലീസുകാരൻ തുടർന്നു, അതെ, ഇവിടുത്തെ ജംഗ്ഷൻ അരികെയുള്ള റോഡിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതിൽ ഈ അജ്മൽ എന്നയാൾ മരണപ്പെട്ടതായി അറിഞ്ഞു. അജ്മൽ മരണപ്പെട്ടെന്നോ? അംജദ്, ഹേയ് നിങ്ങൾ എന്തായി പറയുന്നേ? എന്താ നിങ്ങളീ പറയുന്നത്? അംജദിൻ്റെ ശബ്ദമിടറി. പോലീസുകാരൻ വീണ്ടും തുടർന്നു, അതെ, നിങ്ങൾ ഇവരുടെ ആരാണ്? അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു. ഹൃദയം കീറി മുറിഞ്ഞു. ഞാൻ അവൻ്റെ അനിയനാണ്. നിങ്ങൾ വേഗം സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. കാൾ കട്ടായി. അവൻ ഹൃദയം തകർന്ന് നിലത്തേക്ക് വീണു. അംജദിന് അവൻ്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൻ വേഗം പുറത്തേക്ക് ഓടി. ഉമ്മ അവനെ തടഞ്ഞു. ഡാ അംജദെ, പറയടാ, എന്താടാ എൻ്റെ മോന് പറ്റിയേ? പറയടാ, അവൻ എവിടെ? പറ. ഒന്നുമില്ലമ്മ, ഒന്നുമില്ല, അവനൊന്നും സംഭവിച്ചിട്ടില്ലമ്മ, ഞാൻ ഇപ്പോൾ വരാം ഉമ്മ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. പിന്നീട് അവന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പുറകിൽ നിന്ന് ഉമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളം വിങ്ങിപ്പൊട്ടി. എന്താടാ പറ്റിയേ? അവൻ്റെ കൂട്ടുകാരും അവൻ്റെ കൂടെ പിന്നാലെ ഓടി. എന്താടാ അവന് പറ്റിയത്? ആ ഒരു നിമിഷം അംജദ് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി. എൻ്റെ കാക്കു, അവൻ പോയടാ. എന്നെയും എല്ലാവരെയും അവൻ്റെ സ്വപ്നവും എല്ലാം തനിച്ചാക്കി പോയി. കേട്ടത് വിശ്വസിക്കാനാവാതെ അവനെ ഒന്ന് സമാധാനിക്കാൻ പോലും കഴിയാതെ തരിച്ചു നിന്നു പോയി അവരും എല്ലാവരും.
കൂട്ടുകാർ പറഞ്ഞു, ഇല്ലടാ, അതൊന്നും നീ പറയുന്ന പോലെയല്ല, അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ലടാ, നീ പറയുന്നതൊന്നും ഇല്ലടാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന്. ഇന്ന് അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാടാ, ഇങ്ങനെ ഒന്നും പറയല്ലേ. കൂട്ടുകാരികൾ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അംജദിൻ്റെ ഏറ്റവും അടുത്ത 2 സ്നേഹിതന്മാർ അവനെ പിടിച്ച് പുലമ്പിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൂട്ടുകാർ എല്ലാവരും കൂടി അവരുടേതായിട്ടുള്ള ബൈക്കിലൊക്കെ കയറി ഓടി. അപ്പോഴേക്കും ഉപ്പയും അവിടെ പോർച്ചിലുണ്ടായിരുന്ന വാഹനം എടുത്ത് മുറ്റത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. റോട്ടിലൂടെ അങ്ങനെ എല്ലാവരും പോയി. അപ്പോഴേക്കും അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീടിൻ്റെ മുറ്റത്തിലേക്ക് ആംബുലൻസ് എത്തിയപ്പോൾ നാട്ടുകാരും എല്ലാവരും ഹൃദയം നിലച്ച നിലയിൽ സ്തംഭിതരായി ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ആർക്കും ഒന്നും ചോദിക്കാനോ മിണ്ടാനോ പറയാനോ കിട്ടുന്നില്ല. വല്ലാത്തൊരവസ്ഥ. മോനെ, എടാ, ഉമ്മാൻ്റെ പൊന്നു മോനല്ലേ, എണീക്കടാ, ഇന്ന് നിൻ്റെ നിക്കാഹല്ലടാ, നീ നിൻ്റെ നൂറിനെ സ്വന്തമാക്കില്ലേ, വാടാ. അല്ലാ, എന്തിനാ ഇത്രയും വലിയ പരീക്ഷണം റബ്ബേ. ഈ സമയം അവരുടെ ഉപ്പ വീട്ടിന് മുറ്റത്തെ ആളുകളെ കണ്ട് അവർ പറഞ്ഞ് വിശ്വസിക്കാനാകാതെ അകത്തേക്ക് ഓടി. ഇങ്ങനെ ഒരിക്കലും നടക്കില്ല എൻ്റെ മോനെ. കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ ആ ഉപ്പയും നിലത്തേക്ക് ഊർന്നിരുന്ന് ഒന്ന് വാവിട്ട് കരയാൻ പോലും കഴിയാതെ നിശ്ചലനായി. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടി ഓടിയെത്തിയതായിരുന്നു ആ പൊന്നു വാപ്പാക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇക്കാ, നമ്മുടെ മോൻ. അവൻ്റെ ഉപ്പയും തോളിലേക്ക് ചാഞ്ഞു. കൂടെ നിന്ന കുടുംബക്കാരും നാട്ടുകാരും എല്ലാം കണ്ണീരിലായി. കല്യാണാഘോഷത്തിലായിരുന്നു. വീട്ടിൽ സന്തോഷമെല്ലാം നിലച്ചു. കല്യാണ വീട് മരണവീടാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. എന്നാലും നീ ഞങ്ങളോട് ഒരു വാക്ക് മിണ്ടാതെ പോയല്ലോ മോനെ. ആ നേരമായിരുന്നു ആ ചായക്കടക്കാരൻ വന്ന്. ആ ചായക്കടക്കാരനോട് അജ്മൽ ആദ്യമേ പറഞ്ഞിരുന്നു, ഇക്കാ, നിങ്ങൾ വന്നിട്ടേട്ടോ ഞാൻ മാറ്റുള്ളൂ, ഞാൻ ഡ്രസ്സൊക്കെ മാറണേ നിങ്ങൾ വരണം, നിങ്ങളെ മുന്നിൽ വെച്ചിട്ടേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ പുതിയത് ഇടുള്ളൂ എന്നൊക്കെ ആദ്യമേ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായക്കടക്കാരനോട്. അതാണ് ചായക്കടക്കാരൻ ഈ മയ്യത്ത് കണ്ടപ്പോൾ ആദ്യം ഓർത്ത് വാവിട്ട് കരഞ്ഞത്. എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്ന ഒരിക്കലും ഓർത്തില്ലല്ലോ റബ്ബേ, ഇങ്ങനെ ഒരു വിധിയാകുന്നു നമ്മൾ ഒരിക്കലും ഓർത്തില്ലല്ലോ എൻ്റെ റബ്ബേ. ഉസ്മാനിക്ക കരഞ്ഞ് തളർന്നിരുന്നു. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അവൻ എല്ലാവർക്കും. ഇതൊന്നും അറിയാതെ മണവാട്ടിയായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു നൂറിൻ. ആ നൂറിൻ ആ ഒരു സമയത്ത് ഉപ്പാൻ്റെ അടുക്കൽ ചെന്നിട്ട്, ഉപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ, എന്താ മോളെ? അവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇനി ഉപ്പാക്കൊരു ശല്യമായി, ഒരു ഭാരമായി ഈ നൂറിൻ ഒരിക്കലും വരില്ലട്ടോ. വെറുക്കരുതിട്ടോ ഉപ്പ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണ് ആരും കാണാതിരിക്കാൻ അവൾ റൂമിലേക്ക് ഓടി. ആരും അറിയാതെ ആ ഉപ്പയും ഹൃദയം കൊണ്ട് നീറി പറയുകയായിരുന്നു. അറിയാതെ ആ കണ്ണിൽ ഒരിറ്റു കണ്ണുനീർ പൊയിഞ്ഞു വേഗം തുടച്ചു. നൂറിനെ സമാധാനിക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാരികൾ നേരത്തെ എത്തിയിരുന്നു. അവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അന്നേരം നൂറിൻ അവളുടെ അനിയനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അന്നേരം അനിയൻ പറഞ്ഞു, മതി ഇത്താത്ത മോങ്ങി മോങ്ങി കരഞ്ഞത്. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, ഇന്ന് ഇത്താടെ കല്യാണ ദിവസമല്ലേ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സന്തോഷത്തോടു കൂടി അജ്മലിക്കാൻ്റെ കൂടെ ജീവിക്കാനും അവിടുത്തെ ഉമ്മയും ഉപ്പയും സ്നേഹമുള്ള അനിയനും എല്ലാവരെയും കൂടെ സ്നേഹിച്ച് സന്തോഷിക്കേണ്ട ആ ഒരു ദിവസമല്ലേ ഇത്ത ഇന്ന് വരാൻ പോകുന്നത്. പിന്നെന്തിനാ ഉത്ത ഇങ്ങനെ കരയുന്നത്? കരഞ്ഞ് കരഞ്ഞ് കണ്ണും ഒക്കെ ചീർത്ത് വീർത്ത്, പിന്നെ ഇത്ര മൊഞ്ചത്തിയാണെങ്കിലും ആ ഒരു കല്യാണ വീട്ടിലേക്ക് മണവാട്ടിയായി ചെല്ലുമ്പോൾ മൊഞ്ചൊക്കെ പോവട്ടോ. അതുകൊണ്ട് ഇത്ത മതി കരഞ്ഞത് എന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ അവർ എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കട്ടെ. കുറച്ച് സമയമല്ലോ, അവർ വരാനുള്ള സമയമായല്ലോ. ഇപ്പോഴും അജ്മലിക്കയും കൂട്ടുകാരൊന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ. പുയ്യാപ്പിള വരുന്ന സമയം പറഞ്ഞിട്ടെന്താ ഇപ്പോഴും എത്തിക്കാണാത്തത്? ഞാൻ അവർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. മതിട്ടോ നീ കരഞ്ഞത്, നിൻ്റെ മൊഞ്ചൊക്കെ പോവും. അതും പറഞ്ഞ് നൂറിൻ്റെ മുഖമൊക്കെ അവൻ തുടച്ചു കൊടുത്ത്, നീ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് അനിയൻ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഉപ്പാൻ്റെ കീശയിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മകൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കുള്ള ഓട്ടം. മോനെ എന്താ? അതും പറഞ്ഞുകൊണ്ട് ഉപ്പ കീശയിൽ നിന്ന് ആ ഫോൺ എടുത്ത് ഹലോ ഹലോ മറുതലക്കൽ നിന്ന് ഹലോ എന്നുള്ള ശബ്ദം വേറെ ആരുടേതോ ആയിരുന്നു. അതെ, ഇത് അജ്മലിൻ്റെ വീട്ടിൽ നിന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപ്പ കേട്ടതും ആ
ഫോണ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അയാൾ ബോധം കെട്ട് സോഫയിലേക്ക് വീണു. അന്നേരം ആ മോൻ ചോദിച്ചു, ഉപ്പാക്ക് എന്ത് പറ്റി? വേഗം വരി ഇത്താത്ത, വരൂ, എല്ലാവരും വരി, ഉമ്മ വരി, എല്ലാവരും വരി, ഉപ്പതാ ബോധം കെട്ട് വീഴുന്നു, ഉപ്പാക്കൊരു ഫോൺ കോൾ വന്നതാ, ഉപ്പതാ ബോധം കെട്ട് സോഫയിലേക്ക് വീണു, വേഗം വെള്ളം കൊണ്ടുവാ, ഉപ്പാൻ്റെ മുഖത്ത് വെള്ളം കൊടയണം, വേഗം കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് അനിയൻ അലറി വിളിക്കുകയായിരുന്നു. അന്നേരം മറ്റേ ജ്യേഷ്ഠത്തി വന്നിട്ട്, എന്താടാ വിളിച്ചു കൂവുന്നത്? നീ കുറേ നേരമായാലും വിളിച്ചു കൂവാൻ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞിട്ട് അവളും ഉമ്മയും അവൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ നേരെ കുരച്ചു ചാടി. ഉമ്മ, ഇക്ക എന്ത് പറ്റിയടാ ഇക്കാക്ക്? വേഗം ഉപ്പയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ച്. എന്താ? നൂറിൻ്റെ അനിയത്തി ഒരുപാട് ദേഷ്യത്തോടു കൂടി പറയാണ്, ഈ അസത്ത് കാരണം ഉപ്പാക്ക് പ്രഷർ കൂടിയെന്നാ തോന്നുന്നത്. പറഞ്ഞു തീരും മുമ്പേ ഉപ്പയുടെ കൈകൾ അവളുടെ മുഖത്ത് പതിഞ്ഞു. ഇനി എൻ്റെ മോളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാൽ നാവ് അരിഞ്ഞു കളയും നിന്നെ ഞാൻ. എന്താ ഉപ്പായെ ആരാ വിളിച്ചത്? നൂറിൻ ചോദിച്ചു. മോളെ നൂറിൻ, നീ വിഷമിക്കരുത് കേട്ടോ, നമുക്ക് ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. പറഞ്ഞത് കേൾക്കാൻ കഴിയാതെ അവൾ രണ്ട് ചെവിയും ഇല്ല ഉപ്പ, ഈ നൂറിൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ എനിക്ക് അജ്മലല്ലാതെ വേറൊരു വിവാഹം വേണ്ട ഉപ്പ. എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമല്ലോ ഉപ്പ, അങ്ങനെ പറയരുത് ഉപ്പ. ഇല്ല മോളെ, അത് നീ ഒരിക്കലും പറയരുത് മോളെ, ഇനി ഒരിക്കലും അത് സാധിക്കില്ല മോളെ. അവനെ നിനക്ക് കാണാൻ പോലും സാധിക്കില്ല. അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ നിശ്ചലയായി നിന്നു. ഒരു നിമിഷം ഈ ഭൂമി പിളർന്നു ഞാൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. ജീവനില്ലാത്ത ശരീരം പോലെ അവൾ താഴേക്ക് വീണു. ഉപ്പ വന്ന് അവളെ കോരിയെടുത്തു. അപ്പോഴേക്കും അനിയൻ വന്നു കുറച്ചു വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചിരുന്നു. അവൾ എണീറ്റിരുന്നു. ഉപ്പയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉപ്പ, എനിക്ക് ഇപ്പോൾ അവനെ കാണണം. വിവാഹ വേഷത്തോടെ അവൾ അജ്മലിൻ്റെ വീട്ടിലെത്തി. പുറത്ത് നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയെപ്പോലും വകവെക്കാതെ അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. ആളുകൾ അവൾക്കായി വഴി മാറി. അല്ലാ എന്നുള്ള ആ വിളിയോടെ നൂറിൻ അവൻ്റെ അടുത്തിരുന്നു പൊട്ടിക്കരഞ്ഞു. എന്നെ ഒരിക്കലും തനിച്ചാക്കില്ലെന്ന്, എന്നും കൂടെ ഉണ്ടാവും എന്നെ പറഞ്ഞിട്ട് തനിച്ചാക്കി പോയില്ലേ? അജ്മലിൻ്റെ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൻ എന്നോട് സലാം പറഞ്ഞാണ് പോയത്. ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ, ഇത് എന്നേക്കുമായിട്ടുള്ള സലാമാണെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അത് കേട്ട് നിന്നവരുടെ മനസ്സിലും വലിയ ആയത്തിൽ തന്നെ മുറിവുണ്ടാക്കി. എല്ലാവർക്കും കണ്ണീരിനെ അടക്കി നിർത്താനായില്ല. മതി, എല്ലാവരും കരഞ്ഞ് ഇനി ഖുർആൻ എടുത്ത് ഓതി കൊള്ളി, പെണ്ണുങ്ങളെല്ലാം റൂമിലേക്ക് പോകൂ, മയ്യത്ത് കുളിപ്പിക്കാൻ സമയമായി. അവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, അല്ലാ. നൂറിൻ ഉവൈസിനെ കെട്ടിപ്പിടിച്ച് കണ്ണീരിൽ കലർന്ന മുത്തം നൽകി. അവളെയും ഉമ്മയെയും എല്ലാവരും കൂടി റൂമിലേക്ക് കൊണ്ടുപോയി. കുളിപ്പിക്കലും ഖുർആൻ ഓതലും ദുആയും കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് അവൻ യാത്രയായി. അജ്മൽ മരണപ്പെട്ടു എന്നുള്ളത് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും അംഗീകരിക്കാൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നൂറിൻ അജ്മലിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. അവരുടെ ഉമ്മയോടൊപ്പമായിരുന്നു അവർ നിന്നിരുന്നത്. ആ നൂറിൻ ഒരുപാട് മാറിപ്പോയി. അവൾ ക്ഷീണിച്ച് ഒരുപാട് കലങ്ങിയ കണ്ണുകളുമായിട്ട് ദിവസങ്ങളിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടേയിരുന്നു. എന്തോ ഒരു പാവ കണക്കെ, ഒരു മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത പോലും അവൾക്കില്ലാതെ, അവൾ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ വെറും നിസ്കാരവും ഓത്തും അല്ലാത്ത സമയത്ത് കണ്ണീരുമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ അവൾ ദിവസങ്ങളങ്ങനെ കടന്ന് നീക്കിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് അവളുടെ ഫ്രണ്ട്സായ സനയും കൂട്ടുകാരികളെല്ലാവരും വന്ന് അവളോട്, എന്നാ ലേശം വെള്ളം കുടിക്ക് മോളെ, എന്നാ നൂറിൻ ലേശം വെള്ളം കുടിക്ക്, നീ ഇങ്ങനെ നിന്നാൽ പറ്റൂലല്ലോ, നീ വെള്ളം കുടിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും കുടിച്ചില്ല. അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം അവൾ പട്ടിണി കിടന്നു. അങ്ങനെ അനിയൻ വെള്ളം കൊണ്ടുവന്ന്, ഇത്താത്ത വെള്ളം കുടിക്ക്, ഇത്താത്ത ഈ വെള്ളം കുടിക്ക്. അങ്ങനെ വെള്ളമൊന്നും കുടിക്കണില്ല. നൂറിൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. കണ്ണുനീർ വറ്റിയ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ അങ്ങനെ ഇറങ്ങി ഒലിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതും നിശ്ചലയായി. നൂറിൻ അവളെ തട്ടി വിളിച്ചതും അവളുടെ തണുത്ത ശരീരം അവളുടെ ഫ്രണ്ട്സിൻ്റെ നദിയയുടെ മടിത്തട്ടിലേക്ക് വീണു. പിന്നീട് അവിടെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വന്നു. ഉമ്മ, എന്താ മക്കളെ? ഉമ്മ. നൂറിൻ കണ്ണ് തുറക്കുന്നില്ല, വിളിച്ചിട്ട് മിണ്ടുന്നില്ല. റബ്ബേ, എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്? നൂറിൻ മോളെ,
ഉമ്മയാ വിളിക്കുന്നേ, നോക്കിയേ. അപ്പോഴേക്കും എല്ലാവരും, അംജദും എല്ലാവരും അവിടെ ഓടിയെത്തി. എന്താ എന്താ ഉമ്മ? മോനെ, നീ വേഗം ഉപ്പയെ വിളിക്ക്. അവർ അവളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ വിധി അവരെ അവിടെയും തോൽപ്പിച്ചു. അതെ അതെ, നൂറിനും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സങ്കടം സഹിക്കവയ്യാതെയായി. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട് സന്തോഷം എന്താണെന്ന് മറന്നുപോയി. നൂറിൻ്റെയും വീട്ടിൽ ഉള്ളവരും അവിടെ എത്തി. അവളുടെ ഉപ്പ അവളുടെ മയ്യത്തിന് അരികെ നിന്നു കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു, മാപ്പ്, എൻ്റെ പൊന്നുമോളെ, മാപ്പ്. ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ്. അർഹിക്കുന്നവനല്ല, എന്നാലും ഞാൻ എങ്കിലും ഈ പാപ്പിക്ക് മോളെ മാപ്പ് തരണം. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അംജദിൻ്റെയും അജ്മലിൻ്റെയും ഉമ്മ അവശയായി തളർന്നുപോയി. എന്നോട് ഒന്നും മിണ്ടാതെ എന്നേക്കാൾ മുന്നേ നീ വിട പറഞ്ഞല്ലേ മോളെ. ഇപ്പോൾ നീ തനിച്ചായി മോളെ. നീ ആഗ്രഹിച്ചതുപോലെ കൂട്ടിന് ഒരു മൈലാഞ്ചിച്ചെടി മാത്രം. നീ മണ്ണോട് മണ്ണായി ചേരാൻ പോവുകയാണ്. നിന്റെ പ്രിയതമൻ്റെ അടുത്തേക്ക് ഉപ്പാനോട് പൊറുക്കണേ മോളെ. ആ പൊന്നുപ്പ അവളുടെ ഖബറിൻ്റെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലാ, ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചതാ എൻ്റെ കുട്ടി. ഇനി അവിടെയും നീ പ്രയാസങ്ങൾ കൊടുക്കല്ല റബ്ബേ എന്ന് ഒരുപാട് കരഞ്ഞു 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 പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഉപ്പാൻ്റെ മനസ്സിൽ മകളോട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ദുന്യാവിൽ വെച്ച് അവൾക്ക് കൊടുക്കേണ്ട സ്നേഹമൊന്നും ഞാൻ കൊടുത്തില്ലല്ലോ എന്നോർത്ത് ആ ഉപ്പ ഒരുപാട് കരഞ്ഞ് ആ ഖബറിൻ പുറത്തിരുന്ന് ഒരുപാട് കരഞ്ഞ് ദുആ ചെയ്തു കൊണ്ടേയിരുന്നു. അവസാനിച്ചു.